5 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ പത്മകുമാറിന് എന്നും കൂട്ടുവിവാദങ്ങളായിരുന്നു. വിഭാഗീയതയും ശബരിമല യുവതീ പ്രവേശനവും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയും. അങ്ങനെ CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ എണ്ണമറ്റ വിവാദങ്ങൾ. പാർട്ടി പുറത്താക്കിയാലും നിരന്തരം പ്രതിരോധത്തിലാക്കാൻ വിവാദ വെളിപ്പെടുത്തലുകളുമായി കളം നിറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് പത്മകുമാർ. CPM-ൽ ഇടഞ്ഞും അനുസരിച്ചും വളർന്ന നേതാവാണ് എ പത്മകുമാർ. ചെറുപ്രായത്തിൽ തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ മുഖമായി മാറിയ പത്മകുമാർ CPM-നെ പിടിച്ചുകുലുക്കിയ വിഭാഗീയതയുടെ കാലത്ത് പിണറായി പക്ഷത്തിന്റെ നെടുന്തൂണായി. ഇതോടെ പാർട്ടി നടപടികളുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തപ്പെട്ടെങ്കിലും പിന്നീട് പടിപടിയായി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെ എത്തി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. എന്നാൽ സർക്കാർ നിലപാട് തള്ളി ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ CPM-ന്റെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവുമായി കയ്യാങ്കളിയിലേർപ്പെട്ടതിന് പാർട്ടി താക്കീത് ചെയ്തു. പിന്നാലെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് 2025 കൊല്ലം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയെയും സർക്കാരിനെയും ആരോപണ നിഴലിലാക്കി ജയിലിലായി. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ വന്നതോടെ സ്വാഭാവിക ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ പത്മകുമാർ നടപടി ഉണ്ടാകുമെന്നുറപ്പായതോടെ വെളിപ്പെടുത്തലുകളിലൂടെ CPM-നെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആത്മകഥ എഴുതാൻ പത്മകുമാർ തൂലികയിൽ മഷിപുരട്ടുമ്പോൾ വിവാദങ്ങളുടെ ഘോഷയാത്രയ്ക്കാകും കേരള രാഷ്ട്രീയം സാക്ഷിയാവുക. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.